ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈദ് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു അടിപൊളി വിഭവമാണ് പഞ്ചാബി ചിക്കൻ കറാഹി. റെസ്റ്റോറന്റ് സ്റ്റൈലിൽ എന്നാൽ വളരെ എളുപ്പത്തിൽ വീട്ടിൽ എങ്ങനെ ഇത് തയ്യാറാക്കാം നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചൂടാക്കി എടുക്കാം. ഇതിനു വേണ്ടത് മുഴുവൻ മല്ലി, വറ്റൽ മുളക്, നല്ല ജീരകം, പെരിഞ്ജീരകം, കുരുമുളക്. പാൻ നല്ല ചൂടായാൽ ഫ്ലെയിം ലോ ആക്കിയിട്ട് ഇതെല്ലാം പാനിലിട്ട് ചൂടാക്കാം. മല്ലി, ജീരകം എല്ലാം ചൂടാവുമ്പോൾ നല്ല മണം വരും. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുക. സെയിം പാനിൽ തന്നെ കസൂരി മേത്തി ചൂടാക്കി മാറ്റി വെക്കണം. ഈ പാൻ നല്ല ചൂടായതുകൊണ്ട് പിന്നെ സ്റ്റൗ ഓൺ ആക്കേണ്ട ആവശ്യം വരില്ല. നമ്മൾ ചൂടാക്കി മാറ്റി വെച്ച സ്പൈസസ് എല്ലാം ഗ്രൈൻഡറിൽ ഇട്ട് നന്നായി പൊടിച്ചെടുക്കണം. കസൂരി മേത്തി കൈ കൊണ്ട് മാത്രം പൊടിച്ചാൽ മതി. ബാക്കി ചൂടാക്കി വെച്ച സ്പൈസസ് ആണ് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കേണ്ടത്. പൊടിച്ചെടുക്കുമ്പോൾ കുറച്ച് തരി ഇരുന്നാലും കുഴപ്പമില്ല. അതേ ഗ്രൈൻഡറിൽ തന്നെ 2 സവാള, ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ 2 സവാള ഇടണം. 2 സവാള മീഡിയം സൈസിൽ കട്ട് ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്ത് മാറ്റി വെക്കണം. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാം. ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് തൈര്, ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യണം. ഉപ്പ് കറക്റ്റ് ആണോ നോക്കണം. എന്നിട്ട് കഴുകി മാറ്റി വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് നന്നായി മിക്സ് ചെയ്യണം. ഒരു 10 to 20 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാം. ഈ ചിക്കൻ മാരിനേഷൻ ആദ്യം ചെയ്താൽ പിന്നെ നമുക്ക് ടൈം വേസ്റ്റ് ആവൂല. ഇനി നമുക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം. പാൻ ചൂടായാൽ നമുക്ക് ഓയിൽ ഒഴിക്കാം. എന്നിട്ട് ചിക്കൻ്റെ പീസസ് ഓരോന്നായി പാനിലിടാം. ചിക്കൻ എപ്പോഴും ഒരു ചെറുതല്ലെങ്കിൽ കുറച്ചൊരു മീഡിയം സൈസ് കഷ്ണങ്ങളായിട്ട് മുറിച്ചാൽ മസാലയൊക്കെ നന്നായി പിടിക്കും. ഒരു ചെറിയൊരു ടിപ്പ് ഞാൻ പറയാം. കടയിൽ നിന്ന് വാങ്ങുന്ന മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും ചേർക്കുന്നതിനേക്കാൾ മുഴുവൻ മല്ലിയും കുരുമുളകും ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിൽ ക്രഷ് ചെയ്ത്, അതായത് തരിതരിപ്പായിട്ട് പൊടിച്ച് ചേർത്താൽ ഈ കറാഹിക്ക് ഒരു പ്രത്യേക മണവും രുചിയുമായിരിക്കും. ആ ഒരു ഫ്രഷ് മണം വരുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ചിക്കൻ നല്ല ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു കറി പോട്ട് എടുക്കാം. അതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്ത് ബാക്കി വന്ന ഓയിലില്ലേ അത് ഒഴിക്കാം. ഓയിൽ ചൂടായി വരുമ്പോൾ ആദ്യം സവാള പേസ്റ്റ് ഇടണം. ഞാനിവിടെ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇട്ടത്. പിന്നെ കുറച്ച് നേരത്തേക്ക് പൊട്ടിത്തെറിയായിരുന്നു. അതുകൊണ്ട് ആദ്യം സവാള പേസ്റ്റ് ഇട്ടിട്ട് വേണം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടാൻ. ഇതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി പൗഡർ ഇടാം. എത്ര ഇടണമെന്നൊന്നും എനിക്കറിയില്ല, ഒക്കെ നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ഇട്ടാൽ മതി. അതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ച മസാല പൗഡർ ഇട്ട് നന്നായി സോട്ട് ചെയ്യണം. നന്നായി സോട്ടായാൽ ടൊമാറ്റോ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിടാം. ഇല്ലെങ്കിൽ ഒരു ടൊമാറ്റോ മിക്സറിലിട്ട് പേസ്റ്റ് ആക്കിയാലും മതി. ഇവിടെ എൻ്റെ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഇതിടുന്നു. എല്ലാം നന്നായി സോട്ടായാൽ ചൂടുവെള്ളം ഒഴിക്കണം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. അത് തിളച്ചു വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടാം. ഇത് നന്നായി തിളച്ചു വരുമ്പോൾ നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും പച്ചമുളകും ചേർക്കണം. പഞ്ചാബി ഡിഷസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇഞ്ചി. നമ്മൾ ഇതിൽ ലാസ്റ്റ് ചേർക്കുന്ന നീളത്തിൽ അരിഞ്ഞ ഇഞ്ചിയും കഷ്ണങ്ങളും പച്ചമുളകും ഈ കറിയുടെ ടേസ്റ്റ് വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കും. കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ എരിവ് നോക്കി പച്ചമുളകിന്റെ അളവ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു പീസ് ബട്ടറും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ചിക്കൻ പീസുകളൊക്കെ ഒരുപാട് ചെറുതായി പോയാൽ കറി വറ്റി വരുമ്പോഴേക്കും അത് ഡ്രൈ ആയി പോകും. മീഡിയം സൈസ് പീസുകളൊക്കെ ഉപയോഗിച്ചാൽ മസാലയൊക്കെ നന്നായി പിടിച്ച് ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില, പിന്നെ നമ്മൾ പൊടിച്ചു വെച്ച മസാലപ്പൊടിയുടെ ബാക്കി ഉണ്ട്, അത് കുറച്ച് ഞാൻ ഇതിലേക്ക് ഇടുന്നുണ്ട്. അത് പിന്നെ അരിഞ്ഞു വെച്ച മല്ലിയില, ഇതെല്ലാം ചേർത്ത് നന്നായി സോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ചൂടാക്കി എടുത്തു വെച്ച കസൂരി മേത്തി കൈകൊണ്ട് പൊടിച്ചിട്ട് അത് ഇതിന്റെ മേലേക്ക് ഇടാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായി ഒന്ന് വറ്റിച്ചെടുക്കണം. ഇതേപോലെ സൈഡിലൂടെയൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നത് കാണുമ്പോഴാണ് നമ്മുടെ കറാഹി കറക്റ്റ് പാകമാകുന്നത്. ഈ എണ്ണ തെളിയുന്നതിനെയാണ് റോഗൻ എന്ന് പറയുന്നത്. ഇതാണ് ഇതിന് ആ യഥാർത്ഥ റെസ്റ്റോറന്റ് ലുക്ക് തരുന്നത്. നിങ്ങൾക്ക് ഇത് കുബൂസിന്റെ കൂടെയോ ഇടിയപ്പത്തിന്റെ കൂടെയോ പത്തിരി, ചപ്പാത്തി, ചോറിന്റെ ഒക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ്സിൽ പറയട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈദ് സ്പെഷ്യൽ പഞ്ചാബി ചിക്കൻ കറാഹി. കാണാനും നല്ല ഭംഗിയില്ലേ, ടേസ്റ്റും അടിപൊളിയാണ്. നിങ്ങൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.